Hi, I am Rojas, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2024 NEET examination base ചെയ്തിട്ട് MBBS-ൻ്റെയും BDS-ൻ്റെയും അഡ്മിഷൻ്റെ ടേണിംഗ് പോയിൻ്റായ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഫൈനൽ ലിസ്റ്റിലേക്ക് നാം എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഒക്ടോബർ 18 വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ്. കേരളയുടെ MBBS-ൻ്റെയും BDS-ൻ്റെയും അലോട്ട്മെൻറ്റിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് ഫൈനൽ ലിസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യും. ഇന്നലെ 17th പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇന്ന് 18th ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. ഈ സെയിം ടൈമിൽ തന്നെ ഓൾ ഇന്ത്യയുടെ MBBS-ൻ്റെയും BDS-ൻ്റെയും തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിൻ്റെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് 19th നാളെ. അപ്പോൾ ഇന്ന് 18th കേരളയുടെ ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ തേർഡ് അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യയുടെ ആവട്ടെ കേരളയുടെ ആവട്ടെ, ഇവിടെ ഒരു അഡ്മിഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും കോളേജുകളിൽ നാം ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി MBBS-നോ BDS-നോ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 18th എനിക്ക് കേരള വഴി എന്ത് അഡ്മിഷൻ ലഭിക്കും എന്ന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇന്ന് 18ാം തീയതിക്കത്തെ കേരളയുടെ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ഈ കേരളയുടെ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവഴിയുള്ള ഒരു അഡ്മിഷൻ എടുക്കണോ, ഓൾ ഇന്ത്യ വഴി 19ാം തീയതി ലാസ്റ്റ് ഡേറ്റ് തന്നിരിക്കുന്ന അഡ്മിഷൻ എടുക്കണോ എന്ന് ഇന്ന് തന്നെ തീരുമാനമെടുക്കണം. ഓൾ ഇന്ത്യ വഴി തന്നെ നമുക്ക് കേരളത്തിൽ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ വഴി തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം കേരളത്തിലുള്ള ഒരു കുട്ടിക്കൂടെ അഡ്മിഷൻ കിട്ടാനുള്ളൊരു സാധ്യതയാണ് നാം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ രണ്ട് കോഴ്സ്, ഓൾ ഇന്ത്യ വഴിയും അഡ്മിഷൻ ലഭിച്ചു, കേരള വഴിയും അഡ്മിഷൻ ലഭിച്ചു, രണ്ടും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടിൽ ഏത് കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യണം. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ രണ്ട് കോളേജിൽ ഏത് കോളേജാണ് ബെസ്റ്റ് ക്യാമ്പസ് എനിക്ക് പഠിക്കാൻ, ഞാൻ ഇനി 5 വർഷം പഠിക്കുന്ന ഈ പ്രൊഫഷണൽ കോഴ്സിന് MBBS അല്ലെങ്കിൽ BDS കോഴ്സിന് എനിക്ക് പഠിക്കാൻ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന, ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള, ഏറ്റവും നല്ല റിസൾട്ട് പെർസെൻറ്റേജ് ഉള്ള, എൻ്റെ ഹോമിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും ഒത്തിരി ദൂരെ അല്ലാത്ത ആ ക്യാമ്പസ് നാം പ്രിഫർ ചെയ്യുക. പ്രാക്ടിക്കൽ ഫെസിലിറ്റികളും റിസൾട്ട് പെർസെൻറ്റേജും ഹോസ്റ്റലിൻ്റെ ഡിസിപ്ലിനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് ഈ രണ്ട് ക്യാമ്പസിൽ ഏത് ക്യാമ്പസാണോ ഏറ്റവും മികച്ചതായി നമുക്ക് തോന്നുന്നത്, ആ പ്രയോറിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ രണ്ട് ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ നാം ജോയിൻ ചെയ്യണം. കൃത്യം ഓൾ ഇന്ത്യ വഴി അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് 19th. കേരളയിൽ ഇന്ന് 18ാം തീയതി ഫൈനൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 23ാം തീയതിക്ക് മുമ്പായി, ഒക്ടോബർ 23 മുമ്പായി നാം കോളേജുകളിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ രണ്ട് സെക്ടറിലും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഇതിലേത് വേണമെന്ന് ചൂസ് ചെയ്തിട്ട് അതിലൊരു ക്യാമ്പസിൽ ഞാൻ ജോയിൻ ചെയ്യുക. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, അത് ഓൾ ഇന്ത്യ വഴിയോ കേരള വഴിയോ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു, നാം കോളേജിൽ പോയി ജോയിൻ ചെയ്തു. നമുക്കറിയാം, ഒക്ടോബർ 14ാം തീയതി MBBS-ൻ്റെയും BDS-ൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഞാൻ പങ്കെടുത്തതാണ്. അപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, ഓൾ ഇന്ത്യയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളയിൽ ഇന്ന് 18th എനിക്കൊരു ചേഞ്ച് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കോളേജ് ക്യാൻസൽ ആവും. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നാം മുൻപ് ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് എല്ലാ ഡോക്യുമെൻസുകളും റിട്ടേൺ കളക്ട് ചെയ്ത് പുതിയ ക്യാമ്പസിലേക്ക് നാം പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസ് ലഭിച്ചവരാണെങ്കിൽ അവിടുന്ന് എല്ലാ ഡോക്യുമെൻസുകളും തിരിച്ചു വാങ്ങി കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട ടൈമാണ് ഈ 18th മുതൽ കേരള വഴി ഉള്ള 22nd വരെയുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വഴിയാണെങ്കിൽ നാളെ 19th വരെയുള്ള സമയം. ഇനി ഒരു ക്യാമ്പസിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ മാത്രമാണ് ഒരു കോഴ്സ് ലഭിച്ചിരിക്കുന്നത്, ഓൾ ഇന്ത്യ വഴി തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ ലഭിച്ചു, ഇല്ലെങ്കിൽ കേരള വഴി ഒരു MBBS-ൻ്റെയോ BDS-ൻ്റെയോ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോഴ്സ് ലഭിച്ചു, അങ്ങനെ ലഭിച്ച വിദ്യാർത്ഥികൾ എത്രയും വേഗം തന്നെ, ഇപ്പോൾ കേരളയുടെയാണ് ഇന്ന് 18th നമുക്കൊരു അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഫൈൽ പേജിൽ എൻ്റർ ആയതിനു ശേഷം ആ മെമ്മോ കാർഡും ഡേറ്റ കാർഡും പ്രിൻ്റ് എടുക്കണം. ഈ രണ്ട് ഷീറ്റുകൾ, മെമ്മോയും ഡേറ്റ കാർഡും പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, ഒരു കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം MBBS-ൻ്റെയും BDS-ൻ്റെയും ഗവൺമെൻറ് സീറ്റും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ സീറ്റും NRI സീറ്റുകളും എല്ലാം ഫില്ല് ചെയ്യുന്നത് കേരള എൻട്രൻസ് കമ്മീഷനാണ്. അപ്പോൾ നമുക്ക് ഈ മെമ്മോയും ഡേറ്റ കാർഡും പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് ക്യാമ്പസിലാണ് ലഭിച്ചിരിക്കുന്നത്, ഇനി ആ ലഭിച്ചിരിക്കുന്ന കോളേജ് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ
നാം ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടത്? അത് ഗവൺമെൻറ് കോളേജൊക്കെ ആണെങ്കിൽ എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട ഫീസ് ഉണ്ടാവും. അത് ഓൺലൈനായിട്ട് നമുക്ക് റെമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ റെമിറ്റ് ചെയ്യാം. ബാലൻസ് ഫീസ് കോളേജിൽ റെമിറ്റ് ചെയ്ത് ഈ ഡേറ്റുകൾക്കുള്ളിൽ നാം ജോയിൻ ചെയ്യണം. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെങ്കിൽ ആ ഫീസും എല്ലാ ഡോക്യുമെൻസുമായി നേരിട്ട് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. അങ്ങനെ ഈ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഒരു കോളേജ് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വെയിറ്റ് ചെയ്യാതെ ഓൾ ഇന്ത്യ വഴിയോ കേരള വഴിയോ അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് സ്റ്റേ വേക്കൻസി മാത്രമാണ്. ഓൾ ഇന്ത്യയുടെ സ്റ്റേ വേക്കൻസി 22 മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 22 മുതൽ 26 വരെയാണ് സ്റ്റേ വേക്കൻസിയുടെ സമയമുള്ളത്. ഇനി കേരളയുടെ ആണെങ്കിൽ സ്റ്റേ വേക്കൻസി 25 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ഒരു കോളേജ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കാനുള്ള അവസരമുള്ളത്. ഇതുവരെ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഈ സ്റ്റേ വേക്കൻസിയിൽ നാം പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ എനിക്കൊരു കോളേജിൽ ലഭിച്ചിട്ടില്ല, ഇനി അല്ലെങ്കിൽ ലഭിച്ചു, ഏതാണ് അലൈഡ് കോഴ്സുകൾ വരെ ഒരു കോഴ്സ് ലഭിച്ചിട്ടുണ്ട്, എനിക്ക് MBBSോ BDSോ ആണ് താല്പര്യം എങ്കിൽ നമുക്ക് ഈ സ്റ്റേ വേക്കൻസി പങ്കെടുക്കാം. ഇനി ഈ സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കുന്ന സമയത്ത് വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ കോഴ്സ് ഒന്നും ലഭിച്ചിട്ടില്ല, MBBSോ BDSോ ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുത്ത് നമുക്കൊരു കോഴ്സ് ലഭിച്ചാൽ നിർബന്ധമായും നാം ജോയിൻ ചെയ്തിരിക്കണം. ഒരിക്കലും എൻട്രൻസ് കമ്മീഷണർ നമ്മുടെ റാങ്കിനെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു കോഴ്സ് നമുക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാ? നാം ചോദിക്കണം, ഓപ്ഷൻ ഫില്ല് ചെയ്തുകൊണ്ട് ചോദിക്കണം, എനിക്ക് ഇന്ന കോഴ്സ് ഇന്ന കോളേജ് ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഇതിലെനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് സ്റ്റേ വേക്കൻസിയിലാണെങ്കിലും ചോയ്സ് ഫില്ല് ചെയ്യണം. അത് ഓൾ ഇന്ത്യയിലും കേരളയിലും. അങ്ങനെ ചോയ്സ് ഫില്ല് ചെയ്ത് സ്റ്റേ വേക്കൻസിയിൽ എൻട്രൻസ് കമ്മീഷണർ ഒരു കോഴ്സ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായും ആ കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കണം. സ്റ്റേ വേക്കൻസിയിൽ ഒരു കോഴ്സ് അലോട്ട് ചെയ്തതിന് ശേഷം നാം ജോയിൻ ചെയ്യാതിരിക്കുന്നവർക്ക് 2025 എൻട്രൻസ് എക്സാമിനേഷൻ NEET എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി പോലും എൻട്രൻസ് കമ്മീഷണർ നൽകാൻ സാധ്യതയില്ല. അപ്പോൾ സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഇതുവരെ ഒരു കോഴ്സ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, MBBSനോ BDSനോ നമുക്ക് അർഹതപ്പെട്ട നമ്മൾ ആഗ്രഹിച്ച ഒരു കോഴ്സ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ മാത്രം വേണം സ്റ്റേ വേക്കൻസി പങ്കെടുക്കാൻ. ഇനി പങ്കെടുക്കുമ്പോൾ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എൻട്രൻസ് കമ്മീഷൻ അലോക്കേറ്റ് ചെയ്താൽ ഞാൻ ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുള്ള സ്റ്റേറ്റും കോഴ്സും ക്യാമ്പസും മാത്രമേ സ്റ്റേ വേക്കൻസിയിൽ നാം സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി സ്റ്റേ വേക്കൻസി വരുന്നത് നമുക്കറിയാം, കേരളയുടെ 25 സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓൾ ഇന്ത്യയുടെ 22 മുതൽ 26 വരെയാണ്. അതിനു മുമ്പായി ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ ഓൾ ഇന്ത്യ വഴിയാണെങ്കിൽ MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള 15% സീറ്റിൽ, കേരള വഴിയാണെങ്കിൽ MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് പ്രൈവറ്റ് NRI സീറ്റുകൾ, ഓൾ ഇന്ത്യ വഴി ഡീംഡ് ക്യാമ്പസുകളുമുണ്ട്. ഇതുപോലുള്ള ഏത് സീറ്റിലേക്കും തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫീസുകൾ അടച്ച് കൃത്യസമയത്തിനുള്ളിൽ കോളേജിൽ ജോയിൻ ചെയ്യുക. ലഭിക്കാത്തവർ സ്റ്റേ വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ക്യാമ്പസുകൾ ഇനി കൊടുക്കണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൃത്യമായി ജോയിൻ ചെയ്യുക. ഈ അവസരത്തിൽ ഈ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് എത്തുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു അഡ്മിഷൻ ലഭിച്ച 2024 NEET എക്സാമിനേഷൻ വഴി MBBSനോ BDSനോ അലൈഡ് കോഴ്സുകൾക്കോ ഒരു അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കാൻ ഈ നിമിഷം പ്രയോജനപ്പെടുത്തുകയാണ്. ഇതിനോടൊപ്പം ഈ അലോട്ട്മെൻറ്റ് വഴി MBBSനോ BDSനോ അലൈഡ് കോഴ്സുകൾ അലോട്ട്മെൻറ്റുകൾക്കോ ഒരു അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി മുന്നോട്ട് പോകുന്ന അലൈഡ് കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനിലും കൃത്യമായി പങ്കെടുക്കുക. ഇനി പങ്കെടുക്കുന്ന സമയത്ത് ഡേറ്റ് വൈസും ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കുവാൻ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഈ വർഷത്തെ MBBSൻ്റെയോ BDSൻ്റെയോ അല്ലെങ്കിൽ അലൈഡ് കോഴ്സുകൾക്കോ ഒരു അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികളും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഈ വർഷത്തെ മാർക്കിൻ്റെ സാഹചര്യത്തിൽ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കാതെ പോയതാണ്. 2025 നമ്മുടേതാക്കി മാറ്റാം. കൃത്യമായ പ്ലാനിങ്ങോടെ നമുക്കറിയാം, തിങ്ക് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നവരാണ് വിജയിക്കുന്നത്. ഞാൻ എല്ലാവരും പഠിക്കുന്നത് പോലെ പഠിച്ചാൽ പോരാ, എനിക്ക് വിജയം നേടാൻ ഞാൻ എങ്ങനെ പഠിക്കണമെന്ന് തിങ്ക് ചെയ്യണം.
അതിന് വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യണം, അതിന് വേണ്ട രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ചിന്തിപ്പിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൽഫ അക്കാഡമി. ആൽഫയുടെ റിപ്പീറ്റർ പ്രോഗ്രാമിലൂടെയോ ലോങ് ടൈം കോച്ചിങ്ങിലൂടെയോ എക്സ്റ്റൻഡഡ് ക്രാഷ് കോഴ്സിങ്ങിലൂടെയോ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്കുള്ള ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ അതിമികച്ച ക്യാമ്പസിലോ ജോയിൻ ചെയ്തുകൊണ്ട് 2025-ഉം 26-ഉം 27-ഉം ഒക്കെ വരുന്ന പരീക്ഷകൾ നിങ്ങളുടേതാക്കി മാറ്റാം. നിങ്ങളെ വിജയിപ്പിക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഇതിനോടൊപ്പം എൻട്രൻസിലെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് ഏറ്റവും മികച്ച ക്യാമ്പസുകളും കോഴ്സുകളും നിങ്ങൾ നേടിയെടുക്കുക. ഏത് സംശയങ്ങൾക്ക് നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.